ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡുലാരി ആൻഡ് മില്ലർ അപ്രോച്ചിനെ പറ്റിയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനെ പറ്റിയാണ്. അതിലെ നാലാമത്തെ മേജർ തിയറിയാണ് മോഡിഗ്ലാനി ആൻഡ് മില്ലർ അപ്രോച്ച്. സോ ദ MM approach is identical with net operating income approach if there is no tax and net income approach when there is tax. So മോഡിഗ്ലാനി ആൻഡ് മില്ലർ അപ്രോച്ച് രണ്ട് കാറ്റഗറീസിലായിട്ടാണ് പറയുന്നത്, രണ്ട് സിറ്റുവേഷൻസിലായിട്ടാണ് പറയുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സസ് ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ടാക്സ്. ടാക്സ് ഉള്ള സിറ്റുവേഷനും ടാക്സ് ഇല്ലാത്ത സിറ്റുവേഷനും, രണ്ട് രീതിയിലാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ തിയറി. ടാക്സ് ഉള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് അത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ടാക്സ് ഇല്ലാത്ത സിറ്റുവേഷനിൽ അതെങ്ങനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ബിഹേവ് ചെയ്യുക. സോ ആദ്യത്തേത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സസ്, അതിനെ നമ്മൾ തിയറി ഓഫ് ഇറലവൻസ് എന്ന് വിളിക്കുന്നു. ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സസ് അതിനെ നമ്മൾ തിയറി ഓഫ് ഇറലവൻസ് എന്ന് വിളിക്കുന്നു. അക്കോർഡിംഗ് ടു ദിസ് തിയറി, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ capital structure or debt equity mix was irrelevant in determining the total value of the firm. ടാക്സ് ഇല്ലാത്ത സിറ്റുവേഷനിൽ ഇവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓർ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇറലവൻറ്റ് ഇൻ ഡിറ്റർമൈനിങ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം. സോ നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ പറഞ്ഞ ആ നോ ഇഫക്റ്റ്, അതാണ് തിയറി ഓഫ് ഇറലവൻസിൽ പറയുന്നത്. ടാക്സ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണ് എങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നത് വഴി, അല്ലെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നത് വഴി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാനോ വാല്യൂ ഓഫ് ദ ഫോം ഇൻക്രീസ് ചെയ്യാനോ പറ്റില്ല എന്നാണ്. അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ ഫോമിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തുന്ന വഴി, അല്ലെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് വഴി പറ്റില്ല എന്നാണ് തിയറി ഓഫ് ഇറലവൻസ് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സിൽ മോഡിഗ്ലാനി ആൻഡ് മില്ലർ അപ്രോച്ചിൽ പറയുന്നത്. Even though debt is cheaper source of finance, this benefit is offset by the increased cost of equity. If debt is used in an increased manner beyond a particular limit. So എന്താണ് നമ്മൾ നെറ്റ് ഇൻകം അപ്രോച്ചിൽ പറഞ്ഞത്, അതാണ് നമ്മളിവിടെ ഈ മോഡിഗ്ലാനി ആൻഡ് അപ്രോച്ചിൽ തിയറി ഓഫ് ഇറലവൻസിൽ പറയുന്നത്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് കൂടുകയും റിസ്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക് കൂടുന്നത് വഴി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുകയും, അത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുന്നത് ഡെപ്റ്റിൻ്റെ ചീപ്പർ സോഴ്സ്, അല്ലെങ്കിൽ ഡെപ്റ്റിൻ്റെ വഴി ഉണ്ടാകുന്ന ആ ഒരു അഡ്വാൻറ്റേജിനെ ഓഫ്സെറ്റ് ചെയ്യുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. So the theory emphasizes that operating income is a factor determining the value of the firm. The theory again argues that beyond a certain limit, KD increases and KE decreases. So basically ഇത് പറഞ്ഞു വെക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ചേഞ്ച് വരുന്ന വഴി, അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്ന വഴി നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലോ വാല്യൂ ഓഫ് ഫോമിലോ ഒരു ചേഞ്ചും വരുത്താൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാകുന്നു. നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ പറഞ്ഞായിരുന്നു ഡെപ്റ്റ് യൂസിന് വഴി നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നു. ആ അഡ്വാൻറ്റേജ് ഒരിക്കലും നമുക്ക് കിട്ടില്ല. കാരണം റിസ്ക് ഓഫ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക് ഇൻക്രീസ് ചെയ്യുന്നു, അതുവഴി അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. In the opinion of Modigliani and Miller, two identical firms in all aspects except capital structure cannot have different market value because of arbitrage process. So ഇവർ പറഞ്ഞു വെക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ആസ്പെക്റ്റിലും കോമൺ ആയിരിക്കുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാത്രം ചേഞ്ച് വരുത്തുന്ന ഒരു ഫേമിന് രണ്ട് ഫേംസിന് രണ്ട് മാർക്കറ്റ് വാല്യൂ ഒരിക്കലും ഉണ്ടാകാൻ പറ്റില്ല. കാരണം ആർബിട്രേജ് പ്രോസസ്സ് കാരണമാണ് അങ്ങനെ സംഭവിക്കുക. സോ ഇവരുടെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോ കോർപ്പറേറ്റ് ടാക്സസ്, പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഇൻവെസ്റ്റേഴ്സ് ആക്ട് റാഷണലി, all firms have identical risk characteristics, all earnings are distributed to shareholders. So ഇതിൻ്റെ തിയറി ഓഫ് ഇറലവൻസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ടാക്സ് അവർ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഒരേപോലെ ഇൻഫർമേഷൻ കിട്ടുന്ന മാർക്കറ്റായിരിക്കും.
ഇൻവെസ്റ്റേഴ്സ് റാഷണലി ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള റിസ്ക് ആയിരിക്കും. ദെൻ കിട്ടുന്ന ഏർണിങ്സ് അവർ കമ്പനി അത് സേവ് ചെയ്തൊന്നും അല്ലെങ്കിൽ റിട്ടേൺ ഏർണിങ്സ് ആയിട്ട് വെക്കുന്നൊന്നുമില്ല. പല ഏർണിങ്സും ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമെന്ന് ഇവർ അസ്യൂം ചെയ്യുന്നുണ്ട്. ഇത് പ്രൊപ്പൗണ്ട് ചെയ്തിട്ട് മോഡിഗ്ലാനി ആൻഡ് മില്ലറാണ്. ദെൻ അതിൻ്റെ രണ്ടാമത്തെ ഒരു സിറ്റുവേഷനാണ് വെൻ ദർ ഇസ് ടാക്സ് ഉണ്ടെങ്കിൽ എന്താണ്. നമ്മൾ ആദ്യം പറഞ്ഞത് തിയറി ഓഫ് ഇറലവൻസ് ആയിരുന്നു, ടാക്സ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന്. രണ്ടാമത്തെ ഇവർ അസ്യൂം ചെയ്യുന്ന സിറ്റുവേഷനാണ് തിയറി ഓഫ് റെലവൻസ് എന്ന് പറയുന്ന വെൻ ദർ ഇസ് കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും വാല്യൂ ഓഫ് ദ ഫേമും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് നോക്കാം. തിയറി ഓഫ് റിലവൻസ് നമ്മൾ പറഞ്ഞ ബേസിക് കാര്യം എന്താണ്? സിറ്റുവേഷൻ ഇവിടെ കോർപ്പറേറ്റ് ടാക്സസ് ഉണ്ട്. മോഡിഗ്ലാനി ആൻഡ് മില്ലർ has identified that the value of the firm increases, overall cost of capital decreases with the use of fund if there is corporate tax on account of deductibility of interest tax for the tax purpose. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ടാക്സ് പർപ്പസിന് വേണ്ടി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറയുന്നത് ദിസ് അപ്രോച്ച് തിയറി ഓഫ് റെലവൻസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻകം അപ്രോച്ചാണ്. എന്തായിരുന്നു നെറ്റ് ഇൻകം അപ്രോച്ച്? ഡെപ്റ്റിൻ്റെ പ്രസൻസ്, ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഡെപ്റ്റിൻ്റെ പ്രസൻസ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുകയും വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിരുന്നു നെറ്റ് ഇൻകം അപ്രോച്ച്. അതിന് സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് തിയറി ഓഫ് റെലവൻസിൽ കോർപ്പറേറ്റ് ടാക്സ് ഉള്ളപ്പോൾ സമയത്തെന്നാണ് മോഡിഗ്ലാനി ആൻഡ് മില്ലർ പറയുന്നത്. ടാക്സ് ഉള്ളപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ദ പ്രസൻസ് ഓഫ് ഡെപ്റ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ reduces the cost of capital and it definitely increases the value of firm, and thus an optimum capital structure can be attained by the firm. ഫേമിന് ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാക്കാനും കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഈക്വൽ ടു എബിറ്റ് ഡിവൈഡഡ് ബൈ KE thus is equal to market value of equity is equal to value of the firm minus value of the market value of the debtor. KE is equal to cost of equity plus cost of equity minus cost of debt. സോ ഇതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയാണ് ഇതിനകത്ത് വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ളതാണ് മെയിനായിട്ട് ഇവിടെ പറയുന്നത്. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിനെ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ദ ഫേം കിട്ടും. പിന്നെ ഉള്ളത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് വാല്യൂ ഓഫ് ദ ഫേമിൽ നിന്ന് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ്, അത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ്. ആ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ് ഓവറോൾ വാല്യൂ ഓഫ് ദ ഫേം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഓവറോൾ വാല്യൂ ഓഫ് ദ ഫേമിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടുന്നു. പിന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കെ എന്ന് പറയുന്നത് ലിവറേജ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയാണ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയാണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി പ്ലസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മൈനസ് കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്നാണ്.